ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആര്യ എന്ന് പറയുന്ന കസ്റ്റമറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആര്യയുടെ എൻഗേജ്മെൻ്റ് ആണ്. നമുക്ക് കുറച്ച് റെഫറൻസ് പിക്കൊക്കെ തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ആര്യ വർക്ക് ചെയ്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കസ്റ്റമർ നമുക്ക് 4 ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ തന്നത്. ഒരു നോർമൽ കട്ട് ബ്ലൗസും ബാക്കി 3 പ്രിൻസസ് കട്ട് ബ്ലൗസുമാണ് തന്നിരിക്കുന്നത്. വെഡ്ഡിങ് വർക്കൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതലും ആദ്യം ഒരു ട്രയൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ആ ഒരു മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞ് അത് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ മെയിൻ മെറ്റീരിയൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലും നമ്മൾ എടുത്തിട്ടുള്ളത്. ട്രയൽ അടിച്ചു, അതിനകത്തുള്ള ഫാൾട്ടെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആദ്യത്തെ റെഫറൻസ് പിക്കിൽ തന്നെ ഈ ഒരു വർക്ക് തന്നെ നമുക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ബ്ലൗസ് മെറ്റീരിയൽ ഗ്രീൻ ആയതുകൊണ്ട് ത്രെഡിന് കളർ ചേഞ്ച് വരുത്തണം. ഗ്രീൻ കളർ മെറ്റീരിയൽ യെല്ലോ കളർ ത്രെഡ് ഇട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ഒരു വർക്കിൽ തന്നെ ബാക്ക് നമ്മൾ ബോട്ടനൊക്കെയാണ് ചെയ്യുന്നത്. ബാക്കിൽ നമുക്ക് ചെറിയൊരു ട്രോപ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രോപ്സും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ മെറ്റീരിയലെല്ലാം കട്ട് ചെയ്യുവാണ്. ഈ ബ്ലൗസ് നമ്മൾ നോർമൽ കട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് ഒരു പെൻനെക്ക് മോഡലാണ് വരുന്നത്, ഹൈനെക്ക് പോലെ ഇരിക്കും. അങ്ങനെ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ശേഷം ഈ ഒരു ബ്ലൗസിൽ നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് തന്നിരിക്കുന്നത് പോലെ തന്നെ വർക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റവും വരുത്തണ്ട. ഇതുപോലെ തന്നെ സ്ക്വയർ നെക്ക് വെക്കണം, ഇതേപോലെ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ സെയിം വർക്കാണ് ചെയ്തത്. സ്ക്വയർ നെക്ക് നല്ല ഡീപ്പായിട്ടും വൈഡായിട്ടുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിലൊരു കെട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിതിനൊരു ചെറിയ വർക്കാണ് ചെയ്തിരിക്കുന്നത്. 2 സ്ലീവിലും ബാക്ക് നെക്ക് ഫുള്ളും ഫ്രണ്ട് നെക്ക് നമ്മൾ 1 സൈഡേ ചെയ്തിട്ടുള്ളൂ. 1 സൈഡിൽ നമ്മൾ സാരി പ്ലീറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് അവിടെ കാണില്ല. അതുകൊണ്ട് തന്നെ 1 സൈഡ് വർക്കാണ് ചെയ്തത്. ഫ്രണ്ട് ഒരു പെന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലൗസും ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തു. സാധാരണ ഞാൻ വെഡ്ഡിങ് വർക്ക് ചെയ്യുമ്പോഴും അതല്ല പ്രിൻസസ് വർക്ക് ബ്ലൗസ് ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ ഡബിൾ ലെയർ ലൈനിങ് ആണ് വെക്കാറുള്ളത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം അകത്ത് പോകത്തക്ക രീതിയിൽ നല്ല ഫിനിഷിങ്ങോടെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഡബിൾ ലെയർ ലൈനിങ് ആണ് ചെയ്യുന്നത്. ഇതിനും ഞാൻ അതുപോലെ തന്നെ ഡബിൾ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ബാക്കി 2 ബ്ലൗസിനും ബാക്കിൽ ലൂപ്പ് വേണ്ട. ഈ ഒരു റെഡ് ബ്ലൗസിന് വേണ്ടി മാത്രമാണ് ബാക്കിൽ നമുക്ക് ലൂപ്പ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം കുറച്ച് അധികത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായി നമുക്ക് ഈ ഒരു വർക്കാണ് തന്നിരിക്കുന്നത്. ഈ ഒരു വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ സ്ലീവിൽ ചെറിയൊരു സ്മാൾ പഫ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് വൈഡായിട്ടുള്ളതാണ്. സ്ക്വയർ നെക്കാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് തന്നെ നമ്മൾ കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ട് എല്ലാ ബ്ലൗസും ഞാൻ ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തങ്ങ് തീർക്കാം. വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ലീവൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒക്കെ അടയാളപ്പെടുത്തിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. സ്ലീവ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൗസ് നമുക്ക് ബാക്ക് ഓപ്പൺ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസസ് കട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ ലൈനിങ് ആണ് ഇതിനും ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ബ്ലൗസ് ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 സൈഡ് ഫോട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ 1 സൈഡ് ഫോട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത ഇതിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ക്ലിയറായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ സ്ലീവും ഫ്രണ്ട് പാർട്ടും എല്ലാം ഇതുപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്.
ശേഷം ഞാൻ ബാക്കിൽ ഇതുപോലെ ഡ്രോപ്സ് ഉള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുവാണ്. നമ്മൾ ഈ ഡ്രോപ്സ് ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചീത്ത വശം ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നല്ല വശത്തേക്ക് കട്ട് ചെയ്ത് തിരിച്ചിടുവാണ്. അപ്പോഴേക്കും നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ആ ഒരു ഡ്രോപ്സ് കിട്ടും. ഈ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം മെയിൻ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് കട്ടിങ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രോപ്സിൻ്റെ ഭംഗിയേ പോകും. അതുകൊണ്ട് വളരെ പെരിയെ വളരെ സൂക്ഷിച്ചാണ് ഈ ഒരു ഡ്രോപ്സിൻ്റെ എൻ്റെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിടുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഫിനിഷിംഗ് ആയിട്ട് നമുക്കിതുപോലെ നമ്മുടെ ഡ്രോപ്സ് കിട്ടും. അങ്ങനെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഡ്രോപ്സൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കെല്ലാം ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഈ ഒരു ബ്ലൗസ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ലുക്ക്. ശേഷം നമ്മൾ അടുത്ത ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനെടുത്തു. അത് നമ്മൾ വൺ സൈഡ് ഫൂട്ടിട്ട് ഇതുപോലെ സ്ലീവ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ പതിച്ചടിക്കുകയാണ്. എവിടെയൊക്കെ വർക്ക് വരുന്നോ ആ ഭാഗമെല്ലാം ആദ്യം വൺ സൈഡ് ഫൂട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം ഞാൻ അടിച്ചെടുക്കാറാണ് പതിവ്. അങ്ങനെ ഈ ഒരു ബ്ലൗസും നമുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കാണ്. ഈ ഒരു ബ്ലൗസിൽ അവർ തന്നിരിക്കുന്ന സെയിം കളറിലെ വർക്ക് തന്നെ, ചെറിയ വർക്ക് തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രിൻസസ് കട്ടാണ്, ബാക്ക് ഓപ്പൺ ആണ്. പിന്നെ ഇതിന് നമ്മൾ ബാക്കിൽ ലൂപ്പ് വെക്കുന്നുണ്ട്. ബാക്കി ബ്ലൗസിനൊന്നും ലൂപ്പ് വെച്ചിട്ടില്ല. ഇതിന് ലൂപ്പിന് നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഡബിൾ ലൈനിങ് തന്നെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ വർക്ക് ഞാൻ ചെയ്തെടുക്കുകയാണ്. ഞാൻ വീഡിയോ എല്ലാം ഭയങ്കര സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ്. ലെങ്തി ആകുമ്പോൾ കാണുന്നവർക്കും അതൊരു ബോറാവും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എല്ലാം ഷോർട്ടായിട്ടാണ് ഇടുന്നത്. എത്രമാത്രം ഇത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഷോർട്ടാക്കി വെറും ഒരു 10 മിനിറ്റിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യുവാനൊരു പ്രചോദനമാകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അങ്ങനെ ഈ ഒരു ബ്ലൗസിൻ്റെ വർക്ക് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബാക്ക് നെക്കായിട്ട് വരുന്നത്. ബാക്ക് നെക്കിൽ വർക്ക് ഇതുപോലെ ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് തന്നെ വർക്ക് ഇരിക്കും. ഈ ഒരു ബ്ലൗസിന് നമ്മൾ ബാക്കിൽ ഹുക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സാധാരണ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ സിബും വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലൗസ് നമ്മൾ ഹുക്കാണ് വെച്ചിട്ടുള്ളത്. മാക്സിമം അടുപ്പിച്ച് തന്നെ ഞാൻ ഹുക്ക് വെക്കും. അതുകൊണ്ട് തന്നെ വളരെ ഫിനിഷിംഗ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലെ കെട്ട് വെക്കണമെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ സെൻറ്ററിൽ കാണുന്ന അതേ ഒരു പ്രിൻറ്റ് മെറ്റീരിയൽ ഇല്ല. അത് പ്ലെയിനായിട്ട് മതി. എന്നാൽ എൻ്റെ ഭാഗത്ത് ഇതുപോലെ ഗോൾഡൻ പൈപ്പിങ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ ഇട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഈ ഒരു ബ്ലൗസിൻ്റെയും വർക്ക് നമുക്ക് കഴിയാറായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കെട്ട് വെച്ച് കഴിയുമ്പോൾ ഫൈനൽ ലുക്ക്. ഈ ഒരു വർക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലാക്ക് ഒരു ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പ്രിൻസസ് കട്ട് തന്നെ ആയിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്ത വർക്കുകൾ. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. കസ്റ്റമർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസ് എല്ലാം കൊടുക്കാൻ പറ്റി. ബ്ലൗസെല്ലാം ഇട്ട് നോക്കി, ഒരു ഓൾട്രേഷനുമില്ല, കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആയിരുന്നു. ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആകും. അത്രയും റിസ്ക് എടുത്ത് തയ്ച്ചതിൻ്റെ എല്ലാ വിഷമവും മാറിക്കിട്ട് ഭയങ്കര ഹാപ്പി ആവും നമ്മൾ. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.